T20 വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ മാർച്ച് 4-ഉം 5-ഉമായിട്ട് നടക്കുകയാണ്. മാർച്ച് 4 നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ നേരിടും. നമുക്കതിൻ്റെ പ്രിവ്യൂ നോക്കാം. സ്കോഡ് എടുത്താൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് സൗത്ത് ആഫ്രിക്കൻ ടീം. അവിടെ ബാറ്റിങ്ങിലേക്ക് പോയാൽ ലോകത്തെ ഏത് ബോളേഴ്സിനെയും തകർത്തില്ലാതാക്കാൻ പോകുന്ന ബാറ്റിംഗ് ഓപ്പണേഴ്സാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഏഡൻ മക്രം ആയാലും അതുപോലെ തന്നെ കിൻഡൻ ഡി കോക്ക് ആയാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. മക്രം ഈ ടൂർണമെൻറ്റിലെ റൺ വേട്ടക്കാരിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഇനി വൺ ഡൗണിലേക്ക് റിയാൻ റിക്കിൾട്ടൺ ഈ ടൂർണമെൻറ്റിൽ റൺ വേട്ടക്കാരിൽ 6-ാം സ്ഥാനത്താണ്. മക്രത്തിനും അതുപോലെ തന്നെ റിക്കിൾട്ടനും 170 മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഡിവാൾ ബ്രെവിസ്, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, മാർക്കോ യാൻസൺ, കോർബിൻ ബോഷ്, അതായത് ബാറ്റിംഗ് ഡെപ്ത് അല്ലെങ്കിൽ അത്രയ്ക്കും പ്രതിഭയുള്ള ഒരു കൂട്ടം പ്ലെയേഴ്സ് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ ബാറ്റിംഗ് നിരയിലുള്ളത്. ഇനി ബോളേഴ്സിലോ ലുങ്കി എങ്കിഡി 12 വിക്കറ്റുമായിട്ട് ടോപ്പ് സ്കോർ ആയിട്ടുണ്ട്. കോർബിൻ ബോഷ് തൊട്ട് താഴത്തുണ്ട്. മാർക്കോ യാൻസൺ, ഇനി കഗിസോ റബാഡ കുറച്ച് ഫോം ഔട്ട് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസൊക്കെ വേൾഡ് കപ്പ് പോലൊരു ടൂർണമെൻറ്റിൽ എത്രത്തോളം ഉപയോഗപ്രദമാവുമെന്ന് നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇനി ഇതൊന്നുമല്ല, അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഓൾറൗണ്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ മാർക്കോ യാൻസൺ, കോർബിൻ ബോഷ്. നമുക്ക് ഒരു ലോകത്തിലെ ഏതൊരു എത്ര വലിയ ഇപ്പോൾ ഓസ്ട്രേലിയ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഭയക്കുന്ന ഒരു ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. ഈ ന്യൂസിലാൻഡ് ടീമിലേക്ക് വന്നാൽ ടിം സീഫർട്ടും ഫിൻ എല്ലനും ചേരുന്ന ഓപ്പണിംഗ് ബാറ്റേഴ്സ് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. വൺ ഡൗണിലെത്തുന്ന രജിൻ രവീന്ദ്രയാണ് ന്യൂസിലാൻഡിൻ്റെ ഒരു തലവേദനയായിട്ട് മാറുന്നത്. അദ്ദേഹം വേണ്ടത്ര ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ഗ്ലെൻ ഫിലിപ്സ്, ഡാരൽ മിച്ചൽ, അതുപോലെ മാർക്ക് ചാപ്മാൻ, മിച്ചൽ സാന്റ്നർ, ഒരു കൂട്ടം ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ആ ടീമിലുണ്ട്. പിന്നെ ഓൾറൗണ്ടേഴ്സ്, ഗ്ലെൻ ഫിലിപ്സിൻ്റെയൊക്കെ ഫീൽഡിംഗ് മികവ് വേൾഡ് ക്ലാസ് എത്രത്തോളം ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ മിച്ചൽ സാന്റ്നർ ആണെങ്കിലും ബോളേഴ്സിൽ വന്നാൽ മാറ്റ് ഹെൻറി, അതുപോലെ ഓൾറൗണ്ടിങ് മികവിൽ ലോക്കി ഫെർഗ്യൂസൺ, ഇവരൊക്കെ തന്നെ മികച്ച രീതിയിൽ കളി മാറ്റാൻ കഴിവുള്ള കളിക്കാർ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഇതുവരെയുള്ള മത്സരങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ഏകപക്ഷീയമായി തന്നെയാണ് എല്ലാ കളികളും ജയിച്ചിട്ട് സൂപ്പർ 8 നിന്നും അതുപോലെ തന്നെ നെക്സ്റ്റ് സെമിയിലേക്ക് എത്തിയിട്ടുള്ളതെങ്കിൽ തീർച്ചും സൂപ്പർ 8 ഫസ്റ്റ് റൗണ്ടുകളിൽ കുഞ്ഞൻ ടീമുകൾക്കെതിരെ ശക്തമായ മാർജിനിൽ ന്യൂസിലാൻഡ് ജയിക്കുമ്പോഴും സൗത്ത് ആഫ്രിക്കയോട് പതറിയാണ്, അതുപോലെ തന്നെ തോൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നെക്സ്റ്റ് റൗണ്ടിൽ സൂപ്പർ 8 ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെടുന്നു. പാകിസ്ഥാനോട് ആയിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുന്നു. പിന്നീട് ശ്രീലങ്കയോട് മാത്രമാണ് അവർ അധിക അരിമായിട്ട് ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സൂപ്പർ 8 അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്കാണ് നമ്മൾ കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും നമുക്ക് കളി നേരിട്ട് തന്നെ കണ്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം.